ദേ ഈ നെക്ലസ് നോക്കിക്കേ, എന്തൊരു പൊലിമയാണല്ലേ. സ്റ്റൈലിഷ് ലുക്ക് ആൻഡ് ഫീൽ. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ ഏറ്റവും മികച്ച ശേഖരം ട്രിനിറ്റി ജുവലേഴ്സ്, തോപ്പുംപടി. ട്രിനിറ്റി, കൊച്ചിക്കാരുടെ പ്രിയപ്പെട്ട ജ്വല്ലറി. വന്യജീവി ഭീഷണിക്ക് പരിഹാരമായി ഇടമലയാർ സർക്കാർ യു.പി. സ്കൂളിൽ ചുറ്റുമതിൽ നിർമ്മിച്ചു. വന്യജീവി ഭീഷണി പരിഹാരമാക്കിക്കൊണ്ട് കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് ഇടമലയാർ ഗവൺമെന്റ് യു.പി. സ്കൂളിൽ നിർമ്മിച്ച ചുറ്റുമതിലും ഗേറ്റും ആർച്ചും നിർമ്മിച്ചു നൽകി. ബ്ലോക്ക് പഞ്ചായത്ത് ഇടമലയാർ ഗവൺമെന്റ് യു.പി. സ്കൂളിൽ നിർമ്മിച്ചു നൽകിയ ചുറ്റുമതിൽ, ഗേറ്റ്, ആർച്ച് എന്നിവയുടെ ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് P.A.M. ബഷീർ നിർവഹിച്ചു. വന്യമൃഗങ്ങളുടെയും ഇഴജന്തുക്കളുടെയും ഭീഷണിയിൽ കഴിഞ്ഞിരുന്ന 40 ആദിവാസി കുട്ടികൾ പഠിക്കുന്ന സ്കൂളിനായി ബ്ലോക്ക് പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 20 ലക്ഷം രൂപ ചിലവഴിച്ചാണ് വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും ആശങ്ക അകറ്റിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയത്. നിരവധി തവണ കാട്ടാനകൾ സ്കൂൾ കെട്ടിടത്തിൽ നാശനഷ്ടമുണ്ടാക്കിയ സാഹചര്യത്തിലാണ് ബ്ലോക്ക് പഞ്ചായത്ത് പദ്ധതി ഏറ്റെടുത്തത്. നിരവധി ആദിവാസി കുട്ടികൾക്ക് ഏകാശ്രയമാണ് ഇടമലയാർ ഗവൺമെന്റ് യു.പി. സ്കൂൾ. സ്കൂൾ കോമ്പൗണ്ടിന് സംരക്ഷണ ഭിത്തി, ഗേറ്റ്, ആർച്ച്, മുറ്റത്ത് ടൈൽ, കുട്ടികൾക്ക് കളിക്കുന്നതിനുള്ള ഉപകരണങ്ങൾ എന്നീ പ്രവൃത്തികൾ പൂർത്തീകരിച്ചതോടെ സ്കൂൾ അന്തരീക്ഷം മനോഹരമായതായി പ്രസിഡന്റ് പറഞ്ഞു. 20 ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ടാണ് ഈ സ്കൂളിന്റെ ചുറ്റുമതിലും ഗേറ്റും അതോടൊപ്പം തന്നെ മുറ്റം കട്ടവിളിക്കലും കുട്ടികൾക്ക് കളിക്കാനായിട്ടുള്ള ഊഞ്ഞാൽ ഉൾപ്പെടെ തയ്യാറാക്കിക്കൊണ്ടാണ് ഈ പദ്ധതിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചിട്ടുള്ളത്. പഞ്ചായത്ത് ഈ പദ്ധതി തന്നെ ഏറ്റെടുക്കാനുണ്ടായ സാഹചര്യം, മുമ്പത്തെ ഹോസ്റ്റലിൽ അറാക്കത്തിൽ നിന്നുള്ള ഒരു ആദിവാസി ആളുകൾ ഇവിടെ താമസിക്കുന്നുണ്ട് എന്നറിഞ്ഞ് ബ്ലോക്ക് പഞ്ചായത്തിന്റെ ജനപ്രതിനിധികൾ എല്ലാവരും കൂടി ഈ ഹോസ്റ്റൽ സന്ദർശിക്കുകയും ആ വേളയിലാണ് ഈ ആദിവാസി കുട്ടികൾ പഠിക്കുന്ന ഈ വിദ്യാലയം കാണാനിടയായത്. ഇവിടെ ഞങ്ങൾ കാണുന്ന കാഴ്ച എല്ലാം തുറന്നു കിടക്കുന്ന ഒരു കെട്ടിടം. ഇവിടെ ആർക്കും ഏതവസരത്തിലും പ്രവേശിക്കാൻ കഴിയുന്ന, അതോടൊപ്പം തന്നെ വന്യമൃഗങ്ങൾക്ക് യഥേഷ്ടം സഞ്ചരിക്കാൻ കഴിയുന്ന, ആർക്കും ഏത് സമയത്തും രാത്രികാലങ്ങളിൽ കാട്ടാന ഉൾപ്പെടെ പ്രവേശിക്കുന്ന ഒരു വിദ്യാലയമായിട്ടാണ് ഞങ്ങൾക്ക് കാണാൻ കഴിയുന്നത്. ബ്ലോക്ക് പഞ്ചായത്തിന്റെ ജനപ്രതിനിധികൾ, പ്രത്യേകിച്ച് ഡിവിഷൻ മെമ്പർ അടക്കം ഞങ്ങൾ കൂട്ടായി ആലോചിച്ചതിന്റെ ഫലമായിട്ടാണ് ഈ സ്കൂളിന്റെ ഒരു സംരക്ഷണ ഭിത്തി അനുവാദമാണ്. ആദിവാസി മേഖലയുടെ ഉന്നമനത്തിന് ഈ വർഷവും ബ്ലോക്ക് പഞ്ചായത്ത് പദ്ധതികൾ ഏറ്റെടുത്തിട്ടുണ്ട്. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മേരി കുര്യാക്കോസ് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഡയാന നോബി, ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ജോമി തെക്കേക്കര, സാലിയൈപ്പ്, ജെയിംസ് കോറമ്പൽ, അംഗങ്ങളായ നിസമോൾ ഇസ്മായിൽ, T.K. കുഞ്ഞുമോൻ, ലിസി ജോസഫ്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ KSCB EC റോയ്, ബിൻസി മോഹനൻ, ജോഷി പൊട്ടക്കൽ, ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ K. ഷാജി, പ്രധാനാധ്യാപകൻ തോമസ് ആന്റണി, P.I. പൈലി, സാബു ജോസ്, P.V. വർഗീസ്, ജയൻ K. നാരായണൻ, മാധവൻ കാണി, ജിമോൾ സജി എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, കോതമംഗലം.